ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, അതൊരു സിമ്പിൾ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ആണ്. ഈ പാൻറ്റ് ആർക്കും സുഖമായിട്ട് തയ്ച്ചെടുക്കാം. ഇവിടെ നമ്മൾ തുണീനെ രണ്ടാക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം ഞാനിവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലോത്തിനെ ലെവലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ചോക്ക് മാർക്കിങ് അത്ര കണ്ടും വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് മടക്കി അടിക്കാൻ ആവശ്യമായിട്ടുള്ള ലെങ്താണ് 2 ഇഞ്ച് എന്ന് പറയുന്നത്. പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. ഈ 35-ൽ 1.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് കൊടുക്കുന്നതായതുകൊണ്ട് ആ 1.5 ഇഞ്ച് കുറയ്ക്കുക. 35-ൽ നിന്നും 1.5 കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് 33.5 കിട്ടുമല്ലോ. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 34 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് 34 ഇഞ്ചാണ്. 1.5 ഇഞ്ച് വിട്ട് വരുന്ന എലാസ്റ്റിക് കൊടുത്തിട്ടാണ് ഞാനിവിടെ വേസ്റ്റ് ബാൻഡ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അളവെടുത്തിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 34 എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള 34 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഇനി മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ അതായത് മെയിൻ കട്ടിങ് വരുന്നത് 34 ഇഞ്ചിലാണ്. പക്ഷെ നമുക്ക് ക്രോച്ച് ലെങ്ത് അഥവാ ഇൻസൈഡ് ലെങ്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, 35 ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഭയങ്കര ഡാർക്കറാക്കി വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ക്രോച്ചിൻ്റെ ലെങ്തൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാക്കും. അപ്പോൾ ഞാനിവിടെ 35 എന്നുള്ളിടത്ത് റഫായിട്ടൊരു മാർക്കിങ് കൊടുത്തു. അതിനുശേഷം ഇവിടെ ക്രോച്ചിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 12 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്ന ക്രോച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 35 എന്നുള്ള മാർക്കിങ്ങിൽ നിന്നും വേണം നമ്മൾ താഴേക്ക് 12 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോച്ചിൻ്റെ ലെങ്ത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത് ബോഡിയിൽ നിന്ന് എടുക്കുമല്ലോ, അവത്തിൽ നിന്നും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് കൂട്ടി എടുത്തേച്ചാൽ മതി ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ മുട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 20 ഇഞ്ചാണ് മുട്ടിൻ്റെ ഇറക്കം. മുന്നേ ഞാൻ പറഞ്ഞ പോലെ ആ 35 എന്നുള്ള മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് പിടിച്ചിട്ട് 20 ഇഞ്ച് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 12 ഇഞ്ച് ലെങ്ത് വരച്ചില്ലേ, അവിടെ ആ ലൈനിൽ നമ്മുടെ സൈഡിൽ നിന്നും അങ്ങോട്ടേക്കായിട്ട് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങൾ സ്വല്പം അങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ബ്ലൂ ലൈൻ കാണുന്നില്ലേ, അതാണ് ആ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്കിങ്. അപ്പോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും 12.5 ഇഞ്ച് മാറ്റി ഞാനൊരു മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്താ പറയുക, ഇൻസൈഡ് വിട്ടെന്നോ ക്രോച്ച് വിട്ടെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതായത് ബട്ടക്സിൻ്റെ ഏറ്റവും വണ്ണമുള്ള ആ ഭാഗത്തെ മെഷർമെൻറ്റ്, അതിനെ നമ്മൾ 3 ഹരിക്കണം. 37-നെ 3 ഹരിക്കുമ്പോഴത്തേനും 12.5 വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനേക്കാളും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പക്ക പലാസോടൊക്കെ ഫിനിഷിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ 12.5 പറഞ്ഞില്ലേ, ഈ 12.5യുടെ പകുതി 6.25 എന്നുള്ളിടത്ത് നമ്മളിത് ഇതേപോലെ സെൻറ്റർ കണ്ടുപിടിച്ച് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ക്രോച്ച് വിത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം, മുട്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം, കാലിൻ്റെ ഓപ്പൺ വരുന്നിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓപ്പണിംഗ് ഭാഗത്തെ മാർക്കിംഗ് ആണ്. ഞാനിവിടെ 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 3 ഇഞ്ച് മൊത്തം കാലിൻ്റെ ഓപ്പൺ വരുന്നത് 12 ഇഞ്ചാണ്. 12ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ആ ലൈനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 3 ഇഞ്ച് 3 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4.5 ഇഞ്ച് ഒരു സൈഡിലേക്കും 4.5 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്നും ടേപ്പിനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ക്രോച്ചിൻ്റെ വിട്ത് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത 20 ഇഞ്ചില്ലേ, ആ 20 ഇഞ്ച് വരുന്നിടത്ത് എവിടാണോ ടേപ്പ് വന്ന് നിൽക്കുന്നത് അവിടെ നമ്മൾ
ഒരു മാർക്കിങ് അവിടെ ചെയ്ത് കൊടുക്കുക. ഈ സെയിം പരിപാടി ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലൊരു മാർക്കിങ് അവിടെയും ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ 2 ഇഞ്ച് താഴത്തേക്ക് എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് ആയിട്ട് കൊടുത്തില്ലേ, അതൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ നമ്മൾ മടക്കിയടിക്കുമ്പോഴത്തേനും ഒരു ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് സ്കെയിൽ എടുത്തിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഷേപ്പൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഹിപ്പ് കർവ് സ്കെയിലോ അല്ലെങ്കിൽ ആ ചെറിയ ഷേപ്പ് കിട്ടുന്ന പോലത്തെ സ്കെയിലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ അത് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നു മാത്രം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പാൻറ്റാണിത്. ഇനി നമ്മൾ ആ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും ഇപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ക്രോച്ചിൻ്റെ ആ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരല്പം വണ്ണമൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 1.5ക്ക് പകരം 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാവേ. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്പേസ് അളന്ന് നോക്കിയിട്ട് അതേപോലെ തന്നെ മുകളിലും ഇതേ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഈ 2 പോയിൻറ്റും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണേൽ കൈകൊണ്ട് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫ്രഞ്ച് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് ഒരു ജെ എന്നുള്ളൊരു ഷേപ്പ് പോലെ റെഡിയാക്കി എടുക്കുക. ഒരുപാട് സി ഷേപ്പും വേണ്ട, എന്നാൽ ഒരുപാട് ഇങ്ങനെ സ്ലാൻഡിങ് പോലെ കർവ് ഇല്ലാത്ത പോലെയും ആവരുത്, ലൈറ്റായിട്ട് കർവ് വേണം. പിന്നെ നമുക്ക് ഹിപ്പ് കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ആ സൈഡിലും ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹിപ്പൊക്കെ അത്യാവശ്യമുള്ള ഒരാളാണെങ്കിൽ ആ മുകൾ ഭാഗത്തെ ആ കർവ് പോലത്തെ ഭാഗം ചൂസ് ചെയ്യാം. ഇനി അത്ര ഹിപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. ഇത് ബേസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് ഇതേപോലെ തന്നെ 2 ലെയറാക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. ഫ്രണ്ടിനേക്കാളും ചെറിയ ചെറിയ മാറ്റങ്ങളെ നമുക്ക് ബാക്ക് പീസിലേക്ക് വരുത്താനായിട്ടുള്ളൂ, പക്ഷെ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താനും. ആദ്യം തന്നെ നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വല്പം വണ്ണമുള്ള ഒരാളാണെങ്കിൽ അതൊരു 3 ഇഞ്ച് വരെ ആക്കാം. ഇനി നമ്മൾ 12.5 ഇഞ്ചിൽ നമ്മുടെ ക്രോച്ച് അവസാനിച്ചിട്ടുള്ള മാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു സ്ട്രെയിറ്റ് സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ആ ഫ്രണ്ടിൻ്റെ ആ വേസ്റ്റ് ഭാഗം വരുന്നില്ലേ, അവിടെ നിന്ന് ആ ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ പൊക്കി വരയ്ക്കുക. ഇനി നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഈ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, അങ്ങോട്ടേക്ക് ചരിച്ച് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ കർവ് സ്കെയിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇവിടുത്തെ ക്രോച്ചിൻ്റെ ആ ഷേപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തീരെ അങ്ങ് ഉള്ളിലേക്ക് കുഴിഞ്ഞു വെട്ടരുത്, എന്നാൽ ഇങ്ങനെ സ്ലാൻഡിങ് പോലെ ആവാനും പാടില്ല, അങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മുട്ടിൻ്റെ ഭാഗത്തു നിന്നും 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. കാലിൻ്റെ ഓപ്പൺ വരുന്നിടത്തു നിന്നും 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. പക്ഷേ ഷേപ്പ് ഒരു അൺഈവനായി പോവാതെ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ താഴത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ലൈൻസ് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അതും ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കർവ് സ്കെയിൽ, ചെറിയൊരു ബെൻഡ് വരുന്ന പോലത്തെ സ്കെയിലുണ്ടല്ലോ, അത് വെച്ചിട്ടും കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഇത് 2 ഭാഗത്തും മെഷർ ചെയ്ത് ചെക്ക് ചെയ്ത് ഉറപ്പാക്കണം ഈക്വൽ ആണെന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ ഈ ക്രോച്ചിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഓപ്പൺ വരുന്നിടം വരേക്ക് മെഷർ ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കിൽ നിന്ന് ഇതേപോലെ മെഷർ ചെയ്ത് നോക്കണം. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ബാക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഈക്വലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഈ സൈഡുണ്ടല്ലോ, ഈ ഹിപ്പിൻ്റെ ആ കർവൊക്കെ നമ്മൾ വരച്ച ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട. ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കും ഈക്വലി നമുക്കങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി നമ്മൾ വരച്ചെടുത്ത് കൂടെ തന്നെ
ബാക്കിയുള്ള കട്ടിങ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് കൂടാതെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് ആവശ്യമായിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് എലാസ്റ്റിക്കിൻ്റെ വിട്ട് വരുന്നത് 1.5 ഇഞ്ചാണല്ലോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ഫാബ്രിക് എന്തോരം വേണമെന്ന് വെച്ചാൽ 1.5 3 ഇഞ്ച് പ്ലസ് തയ്യൽ തൂമ്പ് 2 വശത്തു കൂടെ 1/2 ഇഞ്ച് വരുമ്പോഴത്തേനും 1 ഇഞ്ച്. അപ്പോൾ 3 4 ഇഞ്ച് വിട്ട് വരണം 4 ഇഞ്ച്. പിന്നെ നമ്മൾ ലെങ്ത് എന്തോരം വേണമെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റ് റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 45 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 45 ഇഞ്ച് കണക്കാക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ആ ഫുട്ടേജ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. 4 ഇഞ്ച് വീതിയിൽ ആ വേസ്റ്റ് റൗണ്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കാനായിട്ടുള്ള ലെങ്തിൽ ഒരു പീസ് സ്ട്രെയിറ്റ് പീസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ബാക്കിയുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ് കാണാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ 2 ലെയർ, ബാക്കിലെ 2 ലെയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പട്ടി പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീസും. അപ്പോൾ ഞാനിവിടെ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ടിലെയും ബാക്കിലെയും ക്രോച്ച് ഭാഗമാണ്. അപ്പോൾ ഇവിടെ ബാക്ക് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിൻ്റെ ക്രോച്ചിൻ്റെ ആ ഭാഗം തയ്ച്ചെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഒരു 2-2.5 വെച്ചേക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ക്രോച്ചിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തുന്നിലൊക്കെ വിട്ടുപോരാനും കീറിപ്പോരാനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണത്. അപ്പോൾ രണ്ട് ഭാഗത്തെ ക്രോച്ചിൻ്റെ സൈഡ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് കട്ട് ചെയ്യാതെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. 1-2 പ്രാവശ്യമൊക്കെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും എന്തോരം സമയമാണ് നമ്മൾ അല്ലാതെ കൊണ്ട് വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. അപ്പോൾ 2 ഭാഗവും 2 സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മളിനി ഫ്രണ്ടും ബാക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ താഴെ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചാണല്ലോ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അതായത് 1 ഇഞ്ച് ഇങ്ങനെ മടക്കി അടുത്ത 1 ഇഞ്ച്. ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. നമുക്കിവിടെ സൈഡിൽ സ്ലിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു, ത്രെഡിനെ കട്ട് ചെയ്യാതെ തന്നെ അടുത്തത്തെ കാലിലെ ഫോൾഡും നമ്മളിതുപോലെ അടിച്ചെടുക്കുക. ഇനി വീണ്ടും ഇതൊന്നും കട്ട് ചെയ്യാതെ നമ്മൾ അടുത്ത ഭാഗത്തിൻ്റെ ഓപ്പണിങ് വരുന്നിടം കണ്ടില്ലേ, ഇതേപോലെ എടുത്തിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പുതിയതായിട്ട് ചെയ്യുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ കാണുമേ. പക്ഷെ അത് കാര്യമാക്കണ്ട. കുറച്ച് നാൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ പോകാൻ നമുക്ക് നല്ല സ്പീഡിൽ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 ഭാഗവും 2 കാലിൻ്റെയും ഫോൾഡുകൾ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മളിതാ ഇത് കണ്ടോ, ഇതേപോലെ ഫ്രണ്ടും ബാക്കും നിവർത്തിയിടുക. നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സൈഡ് വരുന്നില്ലേ ഭാഗങ്ങൾ, അത് തമ്മിൽ അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പോക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പോക്കറ്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കുവാണ്. അപ്പോൾ 2 സൈഡും നമ്മളിതുപോലെ അടിച്ചെടുക്കണം. അതുകൂടാതെ ഡബിൾ സ്റ്റിച്ച് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഈ 2 ഭാഗവും തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കണം. ക്രോച്ച് ജോയിൻ ചെയ്ത ഭാഗവും ഈ 2 സൈഡ് ജോയിൻ ചെയ്ത ഭാഗവും തമ്മിൽ നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ വേസ്റ്റ് ബാൻഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ താഴത്തെ ഭാഗമായിട്ട് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് റൗണ്ടിന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ എലാസ്റ്റിക്കിനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡല്ല, വേറൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ വേസ്റ്റ് ബാൻഡ് റെഡിയാക്കി എടുക്കുന്നത്, എലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്.
അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു മാർക്കിങ് ചെയ്ത് കൊടുത്തത് എലാസ്റ്റിക്കിൻ്റെ 2 സെൻറ്ററും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സെൻറ്റർ ഇതേപോലെ ജോയിൻറ്റ് വരുന്നിടവും മറ്റേ സെൻറ്ററിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ ഈ പാൻസിൽ സെൻറ്റർ ഭാഗങ്ങളുണ്ടല്ലോ, ഒന്ന് ബാക്കിലെ ആ ഭാഗവും ഫ്രണ്ടിലത്തെ ക്രോച്ചും ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ ഈ തയ്യൽ തുമ്പിൻ്റെ മുകളിലാക്കി എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഉള്ളിലേക്ക് കവറായിട്ട് നിൽക്കുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് അതിൻ്റെ മേളിൽ കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ ചോക്ക് മാർക്ക് കൊടുത്തിട്ടില്ലേ അടുത്ത സെൻറ്റർ ഭാഗം, അതും ബാക്ക് ഭാഗത്തെ ക്രോച്ചും തമ്മിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തയ്യൽ തുമ്പിൻ്റെ മുകളിലായിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് ഈ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെയും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ പാൻസിൻ്റെ സെൻറ്ററും തമ്മിൽ കണക്റ്റ് ആയല്ലോ. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭാഗത്തുനിന്ന് ഒരു ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് വരിക. എന്നിട്ടുണ്ടല്ലോ ഈ എലാസ്റ്റിക്കിനെ വലിച്ചു കൊടുത്തിട്ട് ഈ ഫോൾഡ് ഉള്ളിലേക്കാക്കി നമ്മളെങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തയ്യലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തുണി വെച്ച് കൊടുത്തിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് മടക്കി വെച്ച് കൊടുത്തിട്ട് എലാസ്റ്റിക്കിനെ നന്നായിട്ട് വലിച്ചു കൊടുത്തിട്ട് തയ്ക്കണേ. ഇങ്ങനെ നമ്മൾ ഫുള്ള് റൗണ്ടും അടിച്ചെടുക്കുക. അതായത് ആ നടുവശത്തുള്ള സ്റ്റിച്ച് നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടിനെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൻറ്റർ അടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ താഴെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് നേരത്തെ പറഞ്ഞ പോലെ എലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ഒരു ലോങ് സ്റ്റിച്ച് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഇത് ഒരു കാലിൻ്റെ ഭാഗത്തു നിന്നും ക്രോച്ചിൻ്റെ സെൻറ്റർ വരേക്കും വന്നിട്ട് അടുത്ത കാലിൻ്റെ ഓപ്പണിങ് വരേക്കും വരുന്ന ഒരു ലോങ് സ്റ്റിച്ച്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രോച്ചുകളിൽ തമ്മിൽ മെഷർ ചെയ്ത് ഈക്വൽ ആണെന്ന് ഉറപ്പ് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ സെൻറ്റർ ക്രോച്ച് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ കിട്ടത്തില്ല, ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് അളന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ സ്റ്റിച്ച് അല്ല ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചിനകത്ത് ഇൻസ്പയർഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പിങ്ക് ബ്ലോസത്തിൻ്റെ പാൻസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉടുപ്പിൻ്റെ ലെങ്ത്തും പാൻസിൻ്റെ ലെങ്ത്തും ഏകദേശം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവത്തില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ ഇത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.